ഡിനോ ഡെനീസ് സംവിധാനം ചെയ്ത് മമ്മൂക്ക, ഗൗതം വാസുദേവ് മേനോൻ എന്നിവർ പ്രധാന വേഷത്തിലെത്തുന്ന ആക്ഷൻ ഗെയിം ത്രില്ലർ മൂവി ബസൂക്കയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പുറത്തു വന്നിരിക്കുകയാണ്. മമ്മൂട്ടി ആരാധകർക്ക് കുറച്ച് നിരാശ നൽകുന്ന വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഇനിയും പൂർത്തിയായിട്ടില്ല എന്നും ഓഗസ്റ്റിൽ ബസൂക്കയുടെ പൂർത്തിയാകാനുള്ള ഭാഗങ്ങളുടെ ഷൂട്ടിംഗ് കൊച്ചിയിൽ ആരംഭിക്കും എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ശക്തമായ മഴ കാരണം ബസൂക്കയുടെ ഷൂട്ടിംഗ് നിർത്തിവച്ചിരിക്കുകയായിരുന്നു. ഗൗതം വാസുദേവ് മേനോന്റെ ഭാഗങ്ങളാണ് ഇനി ഷൂട്ട് ചെയ്യാനുള്ളത് എന്നാണ് അറിയുവാൻ സാധിച്ചത്. ഗൗതം വാസുദേവ് മേനോൻ ഇപ്പോൾ മമ്മൂക്കയുടെ പുതിയ ചിത്രത്തിന്റെ സംവിധാന തിരക്കുകളുമായി കൊച്ചിയിലുണ്ട്. ബസൂക്കയുടെ റിലീസിംഗ് സെപ്റ്റംബറിൽ ഓണം റിലീസായി കാണും എന്നുള്ള ഒഫീഷ്യൽ അല്ലാത്ത വാർത്തകൾ പുറത്തു വന്നിരുന്നു. പക്ഷേ അണിയറ പ്രവർത്തകർ ഇതുവരെ ചിത്രത്തിന്റെ റിലീസിനെ കുറിച്ചുള്ള വാർത്തകളൊന്നും പുറത്തുവിട്ടിട്ടില്ല. ഇതിനോടകം തന്നെ സെൻസറിംഗ് പൂർത്തിയാക്കിയ ബസൂക്കയുടെ 1 മിനിറ്റ് 47 സെക്കൻഡ് ദൈർഘ്യമുള്ള ടീസറിന്റെ റിലീസിംഗ് ഓഗസ്റ്റ് ആദ്യവാരം ഉണ്ടാകും എന്നുള്ള ഒഫീഷ്യൽ അല്ലാത്ത റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഓഗസ്റ്റ് 15 മുമ്പ് ടീസർ റിലീസിംഗ് ഉണ്ടാകും എന്ന് ഉറപ്പാണ്. ബസൂക്കയുടെ ടീസറിന് വേണ്ടി മാത്രം 10 ദിവസത്തെ VFX വർക്കുകൾ ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. U-A സർട്ടിഫിക്കറ്റ് ആണ് ചിത്രത്തിന്റെ ടീസറിന് ലഭിച്ചിരിക്കുന്നത്. ടീസറിനോടനുബന്ധിച്ച് തന്നെ ചിത്രത്തിന്റെ റിലീസിംഗ് ഡേറ്റും ഉണ്ടാകും എന്നാണ് അറിയുവാൻ സാധിച്ചത്. ബസൂക്കയുടെ ടീസർ റിലീസോടുകൂടി ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികളും തുടങ്ങും. ബസൂക്കയുടെ ഓരോ അപ്ഡേറ്റിനും വേണ്ടി കാത്തിരിക്കുന്ന പ്രേക്ഷകർക്ക് തൃപ്തി നൽകുന്ന ഒരു അടിപൊളി ടീസർ തന്നെയാണ് അണിയറയിൽ ഒരുക്കി വച്ചിരിക്കുന്നത് എന്നുള്ള വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഒരു വമ്പൻ താരനിരയുമായിട്ടാണ് ചിത്രം നമുക്ക് മുന്നിൽ എത്താൻ പോകുന്നത്. വീണ്ടും ഒരു പുതുമുഖ സംവിധായകനെ മലയാള സിനിമയിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് മമ്മൂക്ക ബസൂക്കയിലൂടെ. പഴയകാല തിരക്കഥാകൃത്ത് കലോ ഡെന്നീസിന്റെ മകൻ ഡിനോ ഡെനീസ് ആണ് ബസൂക്കയുടെ സംവിധായകൻ. ഒരു ആക്ഷൻ ഗെയിം ത്രില്ലർ വിഭാഗത്തിൽ വരുന്ന സിനിമയുടെ തിരക്കഥയും ഡിനോ ഡെനീസിന്റേതാണ്. മമ്മൂക്കയും GVMനെയും കൂടാതെ ഷൈം ടോച്ചാക്കോ, സിദ്ധാർത്ഥ് ഭരതൻ, ബാബു ആന്റണി, ഹക്കീം ഷാ, ദിവ്യ പിള്ളെ, ഐശ്വര്യ എസ് മേനോൻ എന്നിവരും ചിത്രത്തിന്റെ മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ചിത്രത്തിൽ 3 നായികമാരാണ് ഉള്ളത്. ഐശ്വര്യ മേനോൻ, സെന ശങ്കർ, സ്നേഹ അജിത് എന്നിവരാണ് അവർ. ധാരാളം ത്രില്ലിംഗ് സീക്വൻസുകളുള്ള ചിത്രത്തിന്റെ സിനിമാറ്റോഗ്രഫി ചെയ്യുന്നത് നിമിഷ് ഷെഫിയാണ്. മ്യൂസിക്കിനും ബാക്ക്ഗ്രൗണ്ട് സ്കോറിനും ധാരാളം പ്രാധാന്യമുള്ള ചിത്രത്തിന്റെ മ്യൂസിക് ചെയ്യുന്നത് മിഥുൻ മുകുന്ദനാണ്. ആക്ഷന് ധാരാളം പ്രാധാന്യമുള്ള ചിത്രത്തിന്റെ ആക്ഷൻ ചെയ്തിരിക്കുന്നത് മഹേഷ് മാത്യു ആണ്. ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് നിഷാദ് യൂസുഫ് ആണ്. വിഷ്വൽ എഫക്ട്സിന് ഏറ്റവും പ്രാധാന്യമുള്ള ബസൂക്കയുടെ വിഷ്വൽ എഫക്ട് ചെയ്തിരിക്കുന്നത് അജ്മൽ ഹനീഫും തൗഫീഖ് ഹുസൈനുമാണ്. ബിഗ് ബഡ്ജറ്റിൽ ഹൈ ക്വാളിറ്റിയിലാണ് ചിത്രം ഒരുങ്ങുന്നത്. ചിത്രത്തിന്റെ ബഡ്ജറ്റ് 22 കോടി എന്നാണ് അറിയുവാൻ സാധിച്ചത്. ഇന്ത്യൻ സിനിമ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ലാത്ത ഒരു സ്റ്റൈലിഷ്ഡ് എക്സ്പെരിമെന്റൽ ഗെയിം ത്രില്ലർ ആക്ഷൻ സിനിമയാണ് ബസൂക്ക. പരീക്ഷണ ചിത്രങ്ങൾ ചെയ്ത് വിജയങ്ങൾ നേടിക്കൊണ്ടിരിക്കുന്ന മമ്മൂക്കയിൽ നിന്ന് വരുന്ന ബസൂക്ക മികച്ച ക്വാളിറ്റി ചിത്രം തന്നെയായിരിക്കുമെന്ന് പ്രതീക്ഷിക്കാം. ഓണത്തിനോടനുബന്ധിച്ച് ബസൂക്കയുടെ റിലീസിംഗ് കൂടെ ഉണ്ടായാൽ അത് മലയാള സിനിമയ്ക്ക് വീണ്ടും ഒരു ഉണർവ് തന്നെയായിരിക്കും. ലാലേട്ടന്റെ ബാറോസ് ഓണത്തിന് റിലീസിംഗ് ഉണ്ടാകും എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇനി മമ്മൂക്കയുടെ സിനിമ കൂടി ഓണത്തിന് റിലീസിംഗ് ഉണ്ടായാൽ അത് എല്ലാ പ്രേക്ഷകർക്കും സന്തോഷം വരുന്ന ഒരു വാർത്തയായിരിക്കും. കൂടാതെ ഈ 2 സിനിമകളും ഒരുമിച്ച് റിലീസാകുമ്പോൾ തിയേറ്ററുകൾ പൂരപ്പറമ്പാകും എന്ന് ഉറപ്പാണ്. ടോവിനോയുടെ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരുന്ന ARM എന്ന ചിത്രത്തിന്റെ റിലീസിംഗ് ഓണത്തിന് കാണില്ല എന്നുള്ള ലേറ്റസ്റ്റ് റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ബസൂക്കയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളുമായി അടുത്ത വീഡിയോയിൽ കാണാം. ആരൊക്കെയാണ് ബസൂക്കയുടെ ടീസർ റിലീസിംഗിന് വേണ്ടിയും ചിത്രത്തിന്റെ റിലീസിംഗിന് വേണ്ടിയും കാത്തിരിക്കുന്നത് എന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.